കുട്ടികളുടെ അമിതമായിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗം വലിയ രീതിയിലുള്ള തലവേദനയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഉണ്ടാക്കുന്നത്. എങ്ങനെ കുട്ടികളെ സ്മാർട്ട് ഫോണിന്റെ പിടിയിൽ നിന്നും മോചിതരാക്കാം, അവരുടെ സമയം കുറച്ചുകൂടി ക്രിയാത്മകമായി നാച്ചുറലായിട്ട് ചെലവഴിപ്പിക്കാം എന്നതിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് ബഹ്റൈൻ പാർലമെന്റ് വളരെ ക്രിയാത്മകമായി ചില പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാം പദ്ധതിക്കാണ് ബഹ്റൈൻ പാർലമെന്റ് വളരെ പ്രധാനപ്പെട്ട അംഗീകാരം നൽകിയിരിക്കുന്നത്. സ്കൂൾ സമയത്തിന് ശേഷം പ്രത്യേക വിനോദ വിദ്യാഭ്യാസ പരിപാടികൾ ആവിഷ്കരിക്കാനാണ് ബഹ്റൈൻ പാർലമെന്റ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് ഡോക്ടർ മുനീർ സുറൂറിന്റെ നേതൃത്വത്തിലുള്ള 5 എംപിമാരാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കവേ ഡോക്ടർ സുറൂർ വിശേഷിപ്പിച്ചത് ബഹ്റൈനിലെ കുടുംബങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമില്ലാത്ത പ്രതിസന്ധി, സൈലന്റ് ക്രൈസിസ് എന്നാണ് ഈ സ്മാർട്ട് ഫോണിന്റെ അമിത ഉപയോഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറുകളോളമാണ് സ്കൂൾ വിട്ടു വന്നാൽ കുട്ടികൾ സ്മാർട്ട് ഫോണിന് മുമ്പിൽ ചെലവഴിക്കുന്നത്. ഇത് അവരുടെ തലച്ചോറിനെയും അവരുടെ പെരുമാറ്റത്തെയും ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും ഒക്കെ ദോഷകരമായി ബാധിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് സാമൂഹിക വികസന മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് സമഗ്രമായിട്ടുള്ള ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാമിന് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതനുസരിച്ച് സ്പോർട്സ്, കല, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ടീം ഗെയിമുകൾ, സ്കൗട്ടിംഗ്, ലൈഫ് സ്കിൽ പ്രോഗ്രാമുകൾ, പാർക്കുകൾ, ക്ലബ്ബുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ, സ്മാർട്ട് ഫോണുകൾ ഒഴിവാക്കി കുടുംബങ്ങൾ ഒത്തുചേരുന്ന നോ സ്മാർട്ട് ഫോൺ ഇവന്റുകൾ, പരമ്പരാഗത കളികളുണ്ടല്ലോ, ഗെയിമുകളുണ്ടല്ലോ, അവയെ പുനരുജ്ജീവിപ്പിക്കൽ, അങ്ങനെ നിരവധി കാര്യങ്ങൾ കുട്ടികളുടെ ആഫ്റ്റർ സ്കൂൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിനർത്ഥം ടെക്നോളജിയെ പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഒരു ബാലൻസ് കുട്ടികളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, അവരുടെ സർഗശേഷിയെയും ക്രിയാത്മക ചിന്തയെയും പ്രോത്സാഹിപ്പിക്കുക, പ്രകൃതിയോട് ഇണങ്ങാനും സഹജീവികളോട് പെരുമാറാനും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാനും സമയം കണ്ടെത്താൻ അവർക്ക് ഇടം കൊടുക്കുക, അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്.